മുസ്ലിം പണ്ഡിത സംഘടനയായ സമസ്തയുടെ നിർണായക മുഷാഫറ യോഗമാണ് ഇന്ന് മലപ്പുറം ചേളാരിയിൽ നടക്കുക. വിശദവിവരങ്ങൾ നൽകിയത് റിയാസ് KMR ആണ്. മറ്റ് വാർത്തയിലേക്കാണ്. KPCC DCC പുനഃസംഘടനാ ചർച്ചകൾ ഡൽഹിയിൽ തുടരുന്നു. 7 ജില്ലകളിൽ DCC പ്രസിഡന്റുമാരെ മാറ്റിയേക്കും. KPCC ഭാരവാഹികളുടെ എണ്ണം കൂട്ടും. വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നുണ്ട്. ഡി ബിനോയ്, ഏറെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഉള്ളത്. 7 ജില്ലകളിൽ DCC പ്രസിഡന്റുമാരെ അടക്കം മാറ്റിയേക്കുന്ന ചർച്ചകളാണ് നടക്കുക. എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? KPCC DCC പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് ഹൈക്കമാൻഡ് മുന്നിലേക്ക് നേരത്തെ ഇവിടുന്ന് തയ്യാറാക്കിയ കരട് പട്ടിക എത്തിച്ചേർന്നിരിക്കുന്നു. ഇന്നലെ കേരളത്തിൽ നിന്നുള്ള നേതാക്കന്മാരായ VD സതീശൻ, ഒപ്പം KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, രമേശ് ചെന്നിത്തല എന്നിവർ ഹൈക്കമാൻഡുമായി ചർച്ച നടത്തി. ചർച്ചയിൽ പൂർണ്ണമായും ഒരു വലിയ തരത്തിലുള്ള അഴിച്ചുപണി വേണം എന്നൊരു നിർദ്ദേശം ഹൈക്കമാൻഡ് മുന്നോട്ട് വെച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിലവിലെ സാഹചര്യത്തിൽ കേരളത്തിലെ എല്ലാ DCCകളും അഴിച്ചു പണിയണം എന്നൊരു നിർദ്ദേശമായിരുന്നു നേരത്തെ മുതിർന്ന നേതാക്കന്മാർ മുന്നോട്ട് വെച്ചത്. എന്നാൽ അത്തരത്തിലൊരു അഴിച്ചുപണിക്ക് പോകേണ്ട സാഹചര്യം ഇല്ല എന്നൊരു നിർദ്ദേശം മുൻ KPCC അധ്യക്ഷൻ K സുധാകരൻ കൂടി പറഞ്ഞതോടെ ചില DCCകൾ നിലനിർത്താനുള്ള ഒരു സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, വയനാട് DCCകളുടെ പ്രവർത്തനം, അതുപോലെ തൃശ്ശൂരും എറണാകുളം, ഈ DCCകളുടെ പ്രവർത്തനം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് എന്നൊരു വിലയിരുത്തൽ KPCC നേതാക്കന്മാർക്കുമുണ്ട്. അത്തരത്തിൽ ഈ ജില്ലകളിൽ ഒരു അഴിച്ചുപണി നിലവിലെ സാഹചര്യത്തിൽ വേണ്ട. അതേസമയം വലിയ തരത്തിൽ വീഴ്ച സംഭവിച്ചിരിക്കുന്ന തെക്കൻ കേരളത്തിലെ DCCകൾ, പ്രത്യേകിച്ചും തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി തുടങ്ങിയ ജില്ലകളിലെ പ്രവർത്തനം വലിയ മെച്ചമല്ല എന്നൊരു വിലയിരുത്തലാണ് KPCCക്കും ഒപ്പം തന്നെ ഹൈക്കമാൻഡിനും ഉള്ളത്. കാരണം പാർട്ടി പറയുന്ന കാര്യങ്ങൾ കൃത്യമായി നടപ്പിലാക്കാനോ ഭരണവിരുദ്ധ വികാരങ്ങൾ കൃത്യമായി ജനങ്ങളിൽ എത്തിക്കാനോ ഈ DCCകളുടെ ഭാഗത്ത് നിന്നും കൃത്യമായ ഒരു നീക്കം ഉണ്ടായിട്ടില്ല എന്ന ഒരു വിലയിരുത്തലാണ് പൊതുവേ ഉള്ളത്. അതേസമയം കൊല്ലത്തെ DCC പുനഃസംഘടനയെ സംബന്ധിച്ച് മുന്നോട്ട് വന്നപ്പോഴേക്കും തൽക്കാലം അവിടെ പുനഃസംഘടന വേണ്ട എന്നുള്ളൊരു ആവശ്യം കൊടിക്കുന്നിൽ സുരേഷ് MP മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ അതൊന്നും അംഗീകരിക്കാനുള്ള സാധ്യത കുറവാണ്. കാരണം പ്രവർത്തന മികവുള്ള DCCകൾ മാത്രം നിലനിർത്തിയാൽ മതിയാകും എന്നൊരു നിർദ്ദേശം ഇന്നലെ തന്നെ ഹൈക്കമാൻഡ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ പൂർണ്ണതോതിൽ DCCകൾ അഴിച്ചുപണി ഉണ്ടായില്ലെങ്കിലും 7 DCCകൾ വരെ അഴിച്ചുപണി ഉറപ്പായിരിക്കുന്നതിന് നമുക്ക് പറയാൻ കഴിയും. ഒപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ KPCC ഭാരവാഹികളുടെ എണ്ണം കൂട്ടും. അതായത് ഈ DCCകളിൽ നിന്നും ഒഴിവാക്കപ്പെടുന്ന ജില്ലാ അധ്യക്ഷന്മാരെ KPCCയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ജനറൽ സെക്രട്ടറിമാരുടെയും എണ്ണം വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോകുന്നതിനെ കുറിച്ചാണ് ഇപ്പോൾ ഹൈക്കമാൻഡും ഒപ്പം KPCC ഭാരവാഹികളും ആലോചിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ 70-ന് മുകളിലേക്കൊക്കെ വരെ KPCC ഭാരവാഹികളുടെ എണ്ണം കൂടാൻ സാധ്യതയുണ്ട്. ഒരു ജില്ലയിൽ തന്നെ 2-ൽ കൂടുതൽ KPCC ഭാരവാഹികൾ വരുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരും. അങ്ങനെ ഒരു നീക്കം ആണ് ഇപ്പോൾ നടത്തിവരുന്നത്. അതേസമയം ആദ്യഘട്ടത്തിൽ ഹൈക്കമാൻഡ് നൽകിയ നിർദ്ദേശം 40 പേർ മതി KPCC പട്ടികയിൽ, അതിൽ കൂടുതൽ ആളുകൾ വേണ്ട, ജംബോ കമ്മിറ്റികൾ ഒഴിവാക്കണം എന്നൊരു നിർദ്ദേശമൊക്കെ മുന്നോട്ട് വെച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ നിലവിൽ ചർച്ച പുരോഗമിച്ചപ്പോഴേക്കും അതല്ല, KPCC ഭാരവാഹികളുടെ എണ്ണത്തിൽ കാര്യമായ വർധന വേണം. എന്നാൽ മാത്രമേ അസംതൃപ്തരായ ആളുകൾ, പ്രത്യേകിച്ചും DCCയിൽ നേതൃത്വത്തിൽ നിന്ന് ഒഴിവാക്കുന്ന ആളുകളെ KPCC ഭാരവാഹി പട്ടികയിലേക്ക് കൊണ്ടുവന്ന് അവരെ തൃപ്തിപ്പെടുത്തേണ്ട ഒരു ചുമതല കൂടിയുണ്ട്. അതുകൊണ്ട് ഒരു പക്ഷേ KPCC ഭാരവാഹികളുടെ എണ്ണം കൂട്ടിക്കൊണ്ടായിരിക്കും മുന്നോട്ട് പോവുക. എന്തായാലും തെക്കൻ കേരളത്തിലെ 7 ജില്ലകളിൽ DCC ഭാരവാഹികൾക്ക് മാറ്റം വരും ഉള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം KPCC ജനറൽ സെക്രട്ടറിമാരുടെയും ഒക്കെ ഒരു പട്ടിക ഏകദേശം തയ്യാറായിട്ടുണ്ട്. ആ പട്ടിക കൂടി ഇന്ന് ഹൈക്കമാൻഡ് ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിൽ പ്രാദേശികമായി ഉള്ള കാര്യങ്ങൾ കൂടി പരിഗണിക്കപ്പെടുന്നു. ജില്ലകളിൽ എത്ര പേർ വേണം, അങ്ങനെ പാർട്ടി പ്രവർത്തകരുമായുള്ളൊരു ബന്ധം, ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടായിരിക്കും അത്തരത്തിൽ KPCC ഭാരവാഹികളുടെ കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരുക. അതേസമയം DCC ഭാരവാഹികളുടെ കാര്യത്തിൽ വളരെ കർശനമായ മാനദണ്ഡങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കൃത്യമായി അടുത്ത 3 വർഷത്തേക്ക് അവർ യാതൊരു കാരണവശാലും തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാൻ പാടില്ല. പൂർണ്ണ സമയ പാർട്ടി പ്രവർത്തകരും നേതാക്കന്മാരുമായി തുടരണം എന്നൊരു നിർദ്ദേശം തന്നെയാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സാധാരണഗതിയിൽ നിന്ന് വ്യത്യസ്തമായി ഈ DCC പ്രസിഡന്റുമാർക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിലോ അല്ലെങ്കിൽ വരാൻ പോകുന്ന തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിലോ മത്സരിക്കാനുള്ള സാധ്യത മങ്ങും. അത് ഒഴിവാക്കപ്പെടും. അവർ പൂർണ്ണമായും പാർട്ടി തലപ്പത്ത് തന്നെ ഇരുന്നുകൊണ്ട് ജില്ലയുടെ നേതൃത്വം വഹിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. ഒപ്പം പ്രവർത്തന മികവും അതോടുകൂടി തന്നെ ജനസമ്മതിയും കൂടി കണക്കിലെടുത്തായിരിക്കും DCC പ്രസിഡന്റുമാരെ തീരുമാനിക്കുക. നമുക്ക് കിട്ടുന്ന വിവരമനുസരിച്ച് ചില ജില്ലകളിൽ നിന്ന് 3 പേരുടെ പേര് വരെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത്തരത്തിൽ ഒരു വിശാലമായ പട്ടിക തയ്യാറാക്കിയാണ് KPCC അധ്യക്ഷൻ ഡൽഹിയിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ശരി.
KPCC DCC പുനഃസംഘടനാ ചർച്ചകൾ ഡൽഹിയിൽ തുടരുകയാണ്. 7 ജില്ലകളിൽ DCC പ്രസിഡന്റുമാരെ മാറ്റിയേക്കും. KPCC ഭാരവാഹികളുടെ എണ്ണവും കൂട്ടും. ഡി ബിനോയിയാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്കാണ്. തിരുവനന്തപുരം തുമ്പയിൽ മത്സ്യബന്ധനത്തിന് പോയി വള്ളം മറിഞ്ഞ് ഒരാളെ കാണാതായി. തുമ്പ സ്വദേശി അലക്സ് പെരേരയാണ് കാണാതായത്. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഡി ബിനോയി ചേരുന്നുണ്ട്. ബിനോയി, തുമ്പയിലാണ് വള്ളം മറിഞ്ഞിപ്പോൾ നിലവിൽ ഒരാളെ കാണാതായിരിക്കുന്നത്. എപ്പോഴാണ് സംഭവം? തിരച്ചിൽ ഊർജിതമാണോ? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഇന്ന് രാവിലെ 6 മണിയോട് കൂടിയാണ് തുമ്പ കടപ്പുറത്ത് നിന്നും മത്സ്യബന്ധനത്തിന് പോയ വള്ളം